ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചോദ്യം ഉണ്ടാക്കാനാണ്. സാധാരണ വാചകങ്ങളെ ചോദ്യമാക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. നിങ്ങളത് ആവർത്തിച്ച് എഴുതി പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണ വാചകത്തിനെ എങ്ങനെ ആശ്ചര്യവാചകങ്ങളാക്കാമെന്നാണ്. ദാറ്റ് മീൻസ് ചേഞ്ച് അസർട്ടീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ടു ടു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സ്ക്ലമേറ്ററി അല്ലെങ്കിൽ ആശ്ചര്യവാചകമാക്കാനാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. സാധാരണ അത് 5ാം ക്ലാസ് തൊട്ടൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും കുറച്ചുകൂടിയൊക്കെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്ന് എഴുതി തരാം. ഇനി ആദ്യം ഞാൻ ഒന്നാമത് പറയുന്നത്, സാധാരണ നാമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വാചകങ്ങളെ നമുക്ക് ആശ്ചര്യചിഹ്നമാക്കി എഴുതണമെന്നുണ്ടെങ്കിൽ, ആശ്ചര്യവാചകമാക്കണം എന്നുണ്ടെങ്കിൽ വാട്ട് എന്നുള്ള പദം വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങാറ്. അതായത് ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു നൗൺ ഇൻ ദ സെൻറ്റൻസ്. സെൻറ്റൻസിൽ നാമത്തിനാണ് പ്രാധാന്യം കൊടുത്തുള്ളതെന്ന് കണ്ടാൽ നമ്മൾ വാട്ട് വെച്ച് തുടങ്ങണം. സാധാരണ ആശ്ചര്യവാചകങ്ങൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കാണാറില്ല. പക്ഷെ അതവിടെ ഉണ്ട്. നമുക്കറിയാം സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇല്ലാണ്ട് വാചകം ഇല്ല എന്നറിയാം. പക്ഷേ ആശ്ചര്യവാചകങ്ങൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും വേണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്, അതവിടെ ഉണ്ട്. അത് നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് ഏത് ടെൻസിൽ വേണമെങ്കിൽ, ഏത് ടെൻസിലല്ല ഒരുവിധം ടെൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അഡ്ജക്റ്റീവിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ, നാമത്തിന് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട് വെച്ച് തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അഡ്ജക്റ്റീവിനെ പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൗ വെച്ച് തുടങ്ങണം. അഡ്ജക്റ്റീവിനെ പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൗ വെച്ച് തുടങ്ങണം. അപ്പോൾ ഉദാഹരണമായിട്ട് വാട്ട് എ ക്ലവർ ബോയ് ഈസ്. അപ്പോൾ ബോയിനാണ് അവിടെ പ്രധാനം. അതാണ് വാട്ട് എ ക്ലവർ ബോയ് ഈസ്. നമ്മൾ മറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ഹീ ഈസ് എ വെരി ക്ലവർ ബോയ് എന്ന് പറയും. അപ്പോൾ ദ ബോയ് ഈസ് വെരി ക്ലവർ എന്ന് പറഞ്ഞു വെച്ചോളൂ. അപ്പോൾ എന്താ പറയുക, ഹൗ ക്ലവർ ദ ബോയ് ഈസ്. ഹൗ എന്നാണ് അവിടെ വന്നത്, കാരണം ക്ലവർ എന്നുള്ളതിനാണ് അവിടെ പ്രാധാന്യം വന്നത്. അപ്പോൾ അഡ്ജക്റ്റീവിന് പ്രാധാന്യം വരുമ്പോൾ ഹൗ വെച്ചിട്ടും, നാമത്തിന് പ്രാധാന്യമുള്ള വാചകങ്ങളെ ആശ്ചര്യവാചകമാക്കുമ്പോൾ വാട്ട് വെച്ചും തുടങ്ങണം. ഇപ്പോൾ ഹൗവും വാട്ടും വേവേഡുകളാണെങ്കിലും ആശ്ചര്യചിഹ്നമാക്കാനും വേവേഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി സാധാരണ സബ്ജക്റ്റും വരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തുടക്കത്തിലാണെങ്കിൽ ആശ്ചര്യവാചകത്തിൽ അത് അവസാനമാണ് ഉപയോഗിക്കാറ്. സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് അവസാനം, അതായത് സഹായക്രിയകൾ അവസാനം. അപ്പോൾ ഇത് അതേസമയം ഹൗ ക്ലവർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഹൗ ക്ലവർ ഹീ ഈസ് എന്നോ ഷീ ഈസ് എന്നോ ആവാം. അല്ലെങ്കിൽ ഹൗ ക്ലവർ ഈ ഹാസ് ബീൻ എന്നോ ഈ ഹാഡ് ബീൻ എന്നോ ഹീ വാസ് എന്നോ ദേ വേർ എന്നോ ആവാം. അപ്പോൾ എപ്പോഴും ആശ്ചര്യവാചകത്തിൻ്റെ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് കാണണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അതവിടെ ഉണ്ട്. അത് നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് ഏത് ടെൻസ്, മിക്കവാറും ഒരുവിധം ടെൻസിലെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ലാതെ ചില പ്രത്യേക വ്യത്യാസത്തിലൊക്കെ വരും. എനിക്ക് നിന്നെ കാണാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ പറയില്ല നമ്മൾ. ഐ വുഡ് ലൈക്ക് ടു സീ യു വെരി മച്ച്. ഇപ്പം നമ്മൾ വിദേശത്തുള്ള ഭർത്താവ് പോയിട്ട് കുറേ നാളായിട്ട് ഭാര്യ പറയുന്നു, ഐ വുഡ് ലൈക്ക് ടു സീ യു വെരി മച്ച്, എനിക്ക് നിങ്ങളെ കാണുന്നു വലിയ ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് നമ്മൾ ആശ്ചര്യമായിട്ട് പറയാം, ഹൗ ഐ വുഡ് ലൈക്ക് ടു സീ യു, അങ്ങനെയൊക്കെ പറയാം. ഹൗ ഐ വുഡ് ലൈക്ക് ടു സീ യു, നിങ്ങളെ കാണാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു. അതേസമയം ഒറ്റ വാക്കിൽ തന്നെ നമ്മൾ ഒരു വാചകം കൊണ്ട് തന്നെ നമ്മൾ ആശ്ചര്യവാചകത്തിനെ പറയാം. ഒരു വാക്കുകൊണ്ട് നമ്മളിങ്ങനെ ആശ്ചര്യവാചകം ഉണ്ടാക്കുക. ഒരു വാചകമാവണമെങ്കിൽ മിനിമം ഒരു സബ്ജക്റ്റ് പ്രെഡിക്കേറ്റും വേണം, ഒരു മെയിൻ ക്ലോസും വേണം. അതേസമയം ആശ്ചര്യവാചകത്തിലെ ഒരു വാക്ക് മാത്രം ഉണ്ടായാലും ഒരു വാചകമായി കണക്കാക്കാം. എന്താ കാരണം, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റും അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, അത് അവസാനം ഉണ്ടാവുന്നത്. ഇപ്പോൾ മാർവലസ് എന്ന് പറഞ്ഞു വെച്ചോളൂ, അല്ലെങ്കിൽ മാർവലസ്, എക്സലൻറ്റ്, ബ്യൂട്ടിഫുൾ, ഇതൊക്കെ അർത്ഥം എന്താ, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നാണ്. അപ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് എന്നാവും. മാർവലസ്, വാട്ട് എ മാർവലസ് സ്റ്റോറി ഇറ്റ് ഈസ് എന്നാണ്. അപ്പോൾ മാർവലസ് എന്ന് പറഞ്ഞാൽ തന്നെ മാർവലസ് സ്റ്റോറി ഇറ്റ് ഈസ് വെരി മാർവലസ് അങ്ങനെ വരും. അപ്പോൾ ഒറ്റ വാക്കുകൊണ്ട് തന്നെ ആശ്ചര്യവാചകമായി കണക്കാക്കാവുന്ന അവസരങ്ങളും ഉണ്ട്. ആ ഉദാഹരണങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ബോർഡിലേക്ക് ഒന്ന് നോക്കാം. ഇതാ, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, ആ ശബ്ദറ്റും സഹായക്രിയ അവസാനം വന്നു. ആശ്ചര്യം രണ്ടും വേണം.
വെറും ആശ്ചര്യനിട്ടുകൊണ്ടൊന്നും ആശ്ചര്യവാചകം ആവില്ല. അതേസമയം ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നാക്കി. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ളത് പകരം ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഫ്ലവറിന് പ്രാധാന്യം, നാമത്തിന് പ്രാധാന്യം കൊടുത്തു. നാമത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ് എന്നായി. നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യണം, ഇതേപോലെ ഇറ്റ് ഈസ് വെരി, ഹീ ഈസ് വെരി ക്ലവർ എന്ന് അങ്ങനെ എഴുതി, ഹൗ ക്ലവർ ഹീ ഹീസ് എന്ന് എഴുതി പഠിക്കുക. വാട്ട് എ ക്ലവർ ബോയ്, ഇറ്റ് ഈസ് ഹീ ഈസ് എ വെരി ക്ലവർ ബോയ് എന്ന് എഴുതി വയ്ക്കുക. വാട്ട് എ ക്ലവർ ബോയ് ഹീ ഈസ് എഴുതി വയ്ക്കുക. എക്സാമ്പിൾ വേറെ വയ്ക്കുക. അതുപോലെ ഐ വുഡ് ലൈക്ക് ടു സീ യു വെരി മച്ച്, എങ്ങനെയാണ് എഴുതിയത്? ഹൗ ഐ വുഡ് ലൈക്ക് ടു സീ യു. ഐ വുഡ് ലൈക്ക് ടു സീ യു വെരി മച്ച് എങ്ങനെ എഴുതുക? ഹൗ ഐ വുഡ് ലൈക്ക് ടു സീ യു. അപ്പോൾ വേറെ ഉദാഹരണമായിട്ട് ഐ വുഡ് ലൈക്ക് ടു റീഡ് ദ ബുക്ക് വെരി മച്ച്. ഹൗ ഐ വുഡ് ലൈക്ക് ടു റീഡ് ദ ബുക്ക്. ഇറ്റ് ഈസ് വെരി മാർവലസ്. അല്ലെങ്കിൽ മാർവലസ് മാത്രം പറയാം. ഹൗ മാർവലസ് ഇറ്റ് ഈസ്. ഇറ്റ് ഈസിന് പകരം നമുക്ക് ടെൻസ് ഒന്ന് മാറ്റി പറയാം, ഇറ്റ് വാസ്. പാസ്റ്റ് ടെൻസ് പറയോ, ഇറ്റ് ഹാഡ് ബീൻ. പ്രസന്റ് പെർഫെക്റ്റ് പറയോ, ഇറ്റ് ഹാസ് ബീൻ. അല്ലെങ്കിൽ ഇറ്റ് വാസ്. അപ്പോൾ ടെൻസ് നമ്മുടെ പരിചയ കഴിവനുസരിച്ച് മാറ്റി പറയാം. ഇനി ഈ ഹാസ് ബീൻ വെരി ക്ലവർ. എന്താ പറഞ്ഞ ടെൻസ് നോക്കുക, ഹാസ് ബീൻ എന്നായി. എന്തായാലും നോക്കുക, ഹൗ ക്ലവർ ഹി ഹാസ് ബീൻ. ക്ലവർ എന്നാണ് പ്രാധാന്യം ഇവിടെ. അപ്പോൾ ഹൗ വെച്ചു, ഹൗ ക്ലവർ ഹി ഹാസ് ബീൻ. ദേ ഹാവ് ബീൻ വെരി ക്ലവർ എന്നാണെങ്കിലോ ഹൗ ക്ലവർ ദേ ഹാവ് ബീൻ എന്നാവും. ഇവിടെ ഹീക്ക് പകരം ദേ എന്നാവും. ദേ ഹാഡ് ബീൻ വെരി റിച്ച് അല്ലെങ്കിൽ ദേ ഹാവ് ബീൻ വെരി റിച്ച്. ദേ ഹാഡ് ബീൻ വെരി റിച്ച് എന്ന് എന്തായി മാറും, ഹൗ റിച്ച് ദേ ഹാഡ് ബീൻ. സഹായക്രിയും വെർബും അവസാനം. ദേ ഹാവ് ബീൻ വെരി റിച്ച് എന്നാണെങ്കിലോ ഹൗ റിച്ച് ദേ ഹാവ് ബീൻ. കാണാൻ നിങ്ങൾക്ക് അതെ. ഇതുപോലെയാണ് ആശ്ചര്യവാചകങ്ങൾ എഴുതുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ എക്സാമ്പിളുകൾ നിങ്ങൾ നല്ല പോലെ വീട്ടിലിരുന്ന് എഴുതി പഠിക്കണം. വീണ്ടും വീണ്ടും എഴുതി പഠിക്കണം. അടുത്ത ക്ലാസ് വരുന്നത് വരെ നിങ്ങൾ ഇത് എഴുതി പഠിക്കണം. ഒരേ ദിവസം ഗുളിക കഴിക്കുന്ന പോലെ ഇത് ചെയ്യണം. എന്നാൽ നമുക്ക് ഇത് വലിയ ബുദ്ധിമുട്ടില്ലാതെ തീരും. ആശ്ചര്യവാചകത്തിന് എക്സ്പ്ലനേറ്ററൊക്കെ, ആശ്ചര്യവാചകത്തിനെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആക്കാനും സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പ്ലനേറ്ററി ആക്കാനും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു പ്രവൃത്തിയാണ്. നമ്മൾ ഈ സിമ്പിളിനെ കോമ്പൗണ്ട് ആക്കണ പോലെയോ കോമ്പൗണ്ട് കോംപ്ലക്സ് ആക്കണ പോലെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇതിൽ വരാറില്ല. ആയതുകൊണ്ട് എല്ലാവരും ഇത് എഴുതി പഠിക്കുക. നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വീണ്ടും ഇതുപോലത്തെ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതിയ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് കഴിയാവുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്.